എല്ലാവർക്കും പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, അതായത് +2 കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 2ാം വർഷ അക്കൗണ്ടൻസിയിലെ പ്രാക്ടിക്കൽ ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങളാണ് 2ാം വർഷത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. പ്രധാനമായിട്ടും നിങ്ങൾക്ക് 6 ചാപ്റ്റേഴ്സ് ആണ് +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ, അതായത് പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നതാണ്. ഇത് പ്യുവർ തിയറി ചാപ്റ്ററാണ്. സെക്കൻഡ് വൺ സ്പ്രെഡ്ഷീറ്റ് ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സ്പ്രെഡ്ഷീറ്റ് ആണ്. നമ്മളിവിടെ പഠിക്കുന്നത് ലിബർ ഓഫീസ് കാൽക്ക് എന്ന സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. വളരെ വലിയൊരു പാഠമാണ്. ആ പാഠത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വർക്കിൻ്റെ പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കൂടാതെ തിയറി എക്സാമിനും ആ പാഠത്തു നിന്നും കുറേ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മൂന്നാമത്തത് യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. ബിസിനസ് ആപ്ലിക്കേഷനിൽ, അതായത് ഒരു ബിസിനസ് യൂണിറ്റിൽ ഈ സ്പ്രെഡ്ഷീറ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. നാലാമത്തത് ഗ്രാഫ് ആൻഡ് ചാർട്ട് ഫോർ ബിസിനസ് ഡാറ്റ. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഗ്രാഫ്സ് ആൻഡ് ചാർട്ട് ഫോർ ബിസിനസ് ഡാറ്റ. ആദ്യത്തെ 4 സ്പ്രെഡ്ഷീറ്റ് റിലേറ്റഡ് ചാപ്റ്ററാണ്. 5ാമത്തെ പാഠത്തിൻ്റെ പേര് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ് യൂസിങ് GNU ഖാത്ത. GNU ഖാത്ത എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പണ്ട് ടാലി ആയിരുന്നു, ഇപ്പോഴത് GNU ഖാത്തയായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ 6th ചാപ്റ്റർ DBMS ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പഠിക്കാനുണ്ട്. അവിടെ ലിബർ ഓഫീസ് ബേസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ 1ാമത്തെ ചാപ്റ്റർ ആരംഭിക്കുന്നതിന് മുമ്പേ എത്ര പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന ഈ വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 1ാമത്തെ, സോ ഹിയർ വി ആർ സ്റ്റാർട്ടിംഗ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആൻഡ് ദ നെയിം ഓഫ് അവർ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. നമ്മുടെ 1ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നതാണ്. ഇത് പ്യുവർ ഒരു തിയറി ചാപ്റ്റർ തന്നെയാണ്. ഒരു പ്യുവർ തിയറി ചാപ്റ്ററാണ് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഓക്കെ, ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ന്യൂ ക്ലാസ് ഓർ ദ ന്യൂ ചാപ്റ്റർ, what do you mean by the term accounting? എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്കൗണ്ടൻസിയിൽ ഒരു വർഷം കംപ്ലീറ്റ് പഠിച്ചില്ലേ? അപ്പോൾ ചില കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഡെഫിനിഷൻ നിങ്ങളുടെ മനസ്സിൽ ബൈ ഹാർട്ട് ഉണ്ടായും. എന്താണ്? അക്കൗണ്ടിങ് ഈസ് an art of recording, classifying and summarizing in a significant way and in terms of money, transactions and events which are in part at least of a financial character and interpreting the result thereof എന്നൊക്കെ പറയും. അപ്പോൾ എന്താ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എവിടെയാണ് ആവശ്യമായിട്ടുള്ളത്? അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചു. അക്കൗണ്ടിങ് ഈസ് നീഡഡ് ഫോർ എ ബിസിനസ് മാൻ. why accounting is needed? Because accounting is the importance or the scope of accounting arise due to the limitation of human memory. A normal human being cannot remember all the business transactions. In a business unit, thousands of transactions takes place. So it is a difficult task for a person to remember all the transactions. In such a situation, a systematic way of recording business transactions is needed. So accounting is a branch of knowledge, act as it helps the businessman to record business transactions properly and help him to find out the financial result. അപ്പോൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഒരാൾക്കും അതെല്ലാം ഓർത്തു വെക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മുടെ മനുഷ്യന്റെ മെമ്മറിക്ക് ഒരു ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട് ഓർമ്മിച്ച് വെക്കുന്നതിന്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ബിസിനസ്സിൽ ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻസ് ദിവസവും നടക്കും. പൈസ വരും, കച്ചവടം നടക്കും, സെയിൽസ് നടക്കും, പർച്ചേസ് നടക്കും, റോ മെറ്റീരിയൽസ് വാങ്ങും, വേജസ് കൊടുക്കും, സാലറി കൊടുക്കും. ഇതൊന്നും നമുക്ക് എല്ലാം ഓർത്തു വെക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ വെക്കാന്നല്ലാതെ കംപ്ലീറ്റ് ഓർത്തു വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് തന്നെ ഇതിനൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടൻസി എന്ന്. ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ +1 അക്കൗണ്ടൻസിയിൽ പഠിച്ചത് ഓർമ്മയില്ലേ? ആദ്യത്തെ ചാപ്റ്ററിൽ എന്ത് പഠിച്ചു? ബേസിക് ടേംസ് പഠിച്ചു. അസറ്റ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം ജേണലിന്റെ റൂള് പഠിച്ചു, അല്ലേ? എന്താണ്? അസറ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ജേണൽ എൻട്രിയിലേക്ക് എത്തി. ജേണലിൽ നിന്നും എന്ത് നിങ്ങൾ ചെയ്തു? ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു.
ലെഡ്ജർ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു. ട്രയൽ ബാലൻസിൽ നിന്നും ഫൈനൽ അക്കൗണ്ട്സ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നിങ്ങൾ മാനുവൽ, അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് മാനുവൽ അക്കൗണ്ടിങ് ആണ്. എന്താ മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത പരിപാടിയാണ് മാനുവൽ അക്കൗണ്ടിങ്. ഇനി ഈ വർഷം നമ്മൾ കുറച്ചുകൂടി സെക്കൻഡ് ഇയർ ഒക്കെ ആയില്ലേ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷം ചെയ്ത ആ മാനുവൽ അക്കൗണ്ടിങ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ കമ്പ്യൂട്ടേഴ്സിന്റെ സഹായത്തോടു കൂടി അക്കൗണ്ടിംഗ് വർക്ക് പെർഫോം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്. ക്ലിയർ? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം റെഫേഴ്സ് ടു the process of recording business transactions and generating financial statements and reports with the help of computers and accounting softwares. എന്താണ് computerized accounting system refers to the process of recording business transactions. Recording ഇല്ലേ, ജേണലിനകത്ത് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡിംഗ് മീൻസ് എൻ്ററിങ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ. ഓർമ്മയില്ലേ? റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ദെയർബൈ പോസ്റ്റിംഗ് ടു ലെഡ്ജർ അക്കൗണ്ട്. അതൊക്കെ ഇവിടെ വന്നു. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേണലും ലെഡ്ജറും ഒക്കെ, ലെഡ്ജറൊക്കെ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഓൺലി ജേണൽ എൻട്രി, ബാക്കിയൊക്കെ കമ്പ്യൂട്ടർ ചെയ്തോളും. അതുകൊണ്ടാണ് ഇവിടെ റെക്കോർഡിംഗ് എന്ന ടേം മാത്രം യൂസ് ചെയ്തത്. ക്ലിയർ? റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ജനറേറ്റിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആൻഡ് അതർ റിപ്പോർട്ട്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അതർ റിപ്പോർട്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്. കമ്പ്യൂട്ടേഴ്സും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറും ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനിയിലെ അക്കൗണ്ടിംഗ് വർക്ക് പെർഫോം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ക്ലിയർ? ഇവിടെ നോക്കുക ഇവിടെ ഈ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ മീനിങ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്ന ഈ ടേബിൾ എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. ഈ കാണുന്ന ടേബിൾ എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. 14/9/2020 പെയ്ഡ് സാലറി 5,000, 15/9/2020 ക്യാഷ് സെയിൽസ് 15,000, 16/9/2020 പെയ്ഡ് വേജസ് 2,500. കാണുന്നില്ലേ ട്രാൻസാക്ഷൻസ്? ഈ ട്രാൻസാക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എൻ്റർ ചെയ്യാം. ഈ ട്രാൻസാക്ഷൻസിനെ നമുക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിനകത്ത് എൻ്റർ ചെയ്യാം. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലി, GNU ഖാത്ത, പീച്ച് ട്രീ, ഡാക്കീസി, ഇതൊക്കെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളാണ്. നമ്മൾ പഠിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന GNU ഖാത്ത എന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഈ വർഷം പഠിക്കുന്നത്. ക്ലിയർ? അതിലേക്ക് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം, മാനുവൽ ആയിട്ടല്ല, കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട്. ക്ലിയർ? ഇനി താഴെ നോക്കുക, ഇതിന്റെ ജനറൽ ആയിട്ടുള്ള മീനിങ്. ബിസിനസ് ട്രാൻസാക്ഷൻസിനെ പ്രോസസ്സ് ചെയ്ത് ഫൈനൽ അക്കൗണ്ട്സ് ആക്കി മാറ്റുന്നു. ഏതിന്റെ സഹായത്തോടു കൂടി? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്. ഇതാണ് ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. എന്താ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ്, ഇറ്റ് റെഫേഴ്സ് ടു റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് accounting softwares and generating final accounts needed for a businessman. Clear? Next, computerized accounting system takes accounting transactions as input that are processed through accounting software to generate the following reports. നോക്കുക, ഇവിടെ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഡാറ്റ, പ്രോസസ്, ഇൻഫർമേഷൻ. ഈ ഡാറ്റ എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. ഈ ഡാറ്റ എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. പ്രോസസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ചെയ്യുന്ന ജോലിയാണ് പ്രോസസ്സ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട്സ് ആണ് ഇൻഫർമേഷൻ. ക്ലിയർ? അപ്പൊ നോക്കുക, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ടേക്സ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ആസ് ഇൻപുട്ട്. അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ആണ്. ദാറ്റ് ആർ പ്രോസസ്ഡ് ത്രൂ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. ആ ഇൻപുട്ടുകളെ ഏത് പ്രോസസ് ചെയ്യുന്നു? അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പ്രോസസ് ചെയ്യുന്നു. ടു ജനറേറ്റ് ഫോളോയിങ് റിപ്പോർട്ട്സ്. എന്തിനു വേണ്ടിയിട്ട്? താഴെ കാണുന്ന റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ റിപ്പോർട്ട് നോക്കുക, ഡേ ബുക്ക് ഓർ ജേണൽ. ഡേ ബുക്ക് ഓർ journal.
ജേണൽ പ്രിപ്പയർ ചെയ്യാം. ജേണൽ എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടല്ല, നമുക്ക് ജേണൽ പ്രിപ്പയർ ചെയ്യാം. രണ്ടാമത്തത് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം. മൂന്നാമത്തത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. നാലാമത്തത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അഞ്ചാമത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് P&L അക്കൗണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം? ടേക്സ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ആസ് ഇൻപുട്ട്. അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ആണ്. ദാറ്റ് ആർ പ്രോസസ്ഡ് ത്രൂ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്. അതിനെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പ്രോസസ് ചെയ്തിട്ട് താഴെ പറയുന്ന റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാം. ഡേ ബുക്ക് ഉണ്ടാക്കാം, ലെഡ്ജർ ഉണ്ടാക്കാം, ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാം, ബാലൻസ് ക്രിയേറ്റ് ചെയ്യാം, P&L അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ? നെക്സ്റ്റ് നോക്കേണ്ട കാര്യം, ഇത് ഈ വർഷത്തെ 2020 മാർച്ചിലെ പരീക്ഷയ്ക്ക് ചോദ്യമാണ്. കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. 2020 മാർച്ചിലെ പരീക്ഷയ്ക്ക് 2-3 മാർക്കിനോ മറ്റോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം. കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലെ കോമ്പണന്റുകൾ ഏതൊക്കെയാണ് എന്നതാണ് അടുത്ത ചോദ്യം. കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. മക്കളെ, പ്രധാനമായിട്ടും ഇതിലേക്ക് ഇത് പറയുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സപ്പോസ് ഐ എം എ ബിസിനസ് മാൻ, ഞാനൊരു കച്ചവടക്കാരനാണ്. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഇൻ മൈ ബിസിനസ്. ഞാൻ എന്ത് ചെയ്യും? ഞാനിപ്പോൾ മാനുവൽ അക്കൗണ്ടിംഗ് ഫോളോ ചെയ്യുന്ന മാൻ ആണ്. ഞാൻ എൻ്റെ കമ്പനിക്കകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ എൻ്റെ കമ്പനിക്കകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ 5 കോമ്പോണന്റുകൾ ആവശ്യമാണ്, അല്ലെങ്കിൽ 5 എലമെന്റുകൾ ആവശ്യമാണ്. ക്ലിയർ? ആദ്യത്തെ എലമെന്റ് ആണ് ഹാർഡ്വെയർ. ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ഒക്കെ നിങ്ങൾ 10ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. ഹാർഡ്വെയർ എന്താവശ്യമാണ്? ഇൻ ഓർഡർ ടു ഇൻട്രൊഡ്യൂസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻ എ ബിസിനസ് യൂണിറ്റ്, ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഈസ് നീഡഡ്. ദാറ്റ് ഈസ് businessman should purchase the required laptop or computer and other physical devices like a printer, keyboard, mouse, etc. അപ്പോൾ ഇപ്പൊ ഞാൻ എന്താണ് എൻ്റെ കമ്പനിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ ഈ കാണുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. കീബോർഡ് കണ്ടില്ലേ? ഇത് കീബോർഡാണ്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് മൗസ് കാണാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ലാപ്ടോപ്പ്. അപ്പൊ എന്താണ് ആവശ്യമായിട്ടുള്ള അത്രയും ഹാർഡ്വെയർസ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫിസിക്കൽ ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് ദർ നെറ്റ്വർക്ക്. ദ ഫിസിക്കൽ ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് ഈസ് നോൺ ആസ് ഹാർഡ്വെയർ. ഇനി രണ്ടാമത്തത് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഞാനൊരു കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു. കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ. അതിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്, ഒന്നുകിൽ ടാലി, അല്ലെങ്കിൽ ജിനു ഖാത്ത, അല്ലെങ്കിൽ ഡാക്കിസി, അല്ലെങ്കിൽ പീച്ച്ട്രീ, അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലാതെ കമ്പ്യൂട്ടർ മാത്രം വാങ്ങിച്ചിട്ട് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഗെയിം കളിക്കാം, അല്ലെങ്കിൽ നെറ്റ് നോക്കിയിട്ട് ഫേസ്ബുക്ക് നോക്കിയിരിക്കാം, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, എൻ്റെ കമ്പനിക്കകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ കോമ്പണന്റ് ഏതാ? സോഫ്റ്റ്വെയർ ആണ്. എ സെറ്റ് ഓഫ് പ്രോഗ്രാം യൂസ്ഡ് ടു ഓപ്പറേറ്റ് എ കമ്പ്യൂട്ടർ. അപ്പൊ ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് OS ഇൻസ്റ്റാൾ ചെയ്യണം, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഒന്നെങ്കിൽ വിൻഡോസ് അല്ലെങ്കിൽ ഉബുണ്ടു, ഏതെങ്കിലും ഒരു OS ഇൻസ്റ്റാൾ ചെയ്യണം. കൂടാതെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറും ടാലിയോ, ഡാക്കീസിയോ, പീച്ച്ട്രീയോ, ജിനോക്കാത്തയോ ഏതെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അതാണ് രണ്ടാമത്തെ കോമ്പണന്റ്, സോഫ്റ്റ്വെയർ. ഞാനിപ്പോൾ ഈ സ്ക്രീൻ ഇതിനകത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് ഓഫീസിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ജിനു ഖാത്ത എന്ന് കാണാം. GNU ഖാത്ത എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത് ഫ്രീ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? GNU ഖാത്ത എന്ന ഒരു ഫ്രീ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ എലമെന്റ് പീപ്പിൾ, അല്ലെങ്കിൽ ഹ്യൂമൻ വെയർ, അല്ലെങ്കിൽ ലൈവ് വെയർ എന്നും പറയും. പീപ്പിൾ, അല്ലെങ്കിൽ ഹ്യൂമൻ വെയർ, അല്ലെങ്കിൽ ലൈവ് വെയർ. ഇങ്ങനെ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ. ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വേണം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ ആവശ്യമാണ്. അതാണ് മൂന്നാമത്തെ കോമ്പണന്റ്, പീപ്പിൾ. The third component of computerized accounting system is people. That is, in a business unit, a businessman need qualified accountants who are capable of performing accounting work with the help of computers.
അപ്പോൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്താണ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ കോമ്പണന്റ് പീപ്പിൾ കൺസിസ്റ്റ് ഓഫ് യൂസേഴ്സ്, പ്രോഗ്രാമേഴ്സ് എക്സെട്ര. ഇതിൽ പ്രോഗ്രാമേഴ്സ് ഒക്കെ വരും. അതായത് ഈ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ യൂസർ ആരാണോ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അവരാണ് യൂസേഴ്സ്. പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ആൾക്കാരാണ് പ്രോഗ്രാമേഴ്സ്. നെക്സ്റ്റ് ഫോർത്ത് എലമെന്റ് ഈസ് ഡാറ്റ. Data is the raw unorganized fact that need to be processed. ഇനിയിപ്പോ ഇതൊന്നും ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ ബിസിനസ് ഡാറ്റ ഉണ്ടായിരിക്കണം, ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നാലാമത്തെ കോമ്പണന്റ് ഏതാണ്? ഡാറ്റ എന്നതാണ് നാലാമത്തെ കോമ്പണന്റ്. ഡാറ്റ ഇസ് ദ റോ അൺഓർഗനൈസ്ഡ് ഫാക്ട് ദാറ്റ് നീഡ് ടു ബി പ്രോസസ്ഡ്. പ്രോസസ്സിങ്ങിന് വിധേയമാകേണ്ട റോ ഫാക്റ്റുകൾ, റോ മെറ്റീരിയൽസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? അസംസ്കൃത വസ്തുക്കൾ. അവിടെ എന്താ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇല്ലേ? അത് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. അതേണക്കെ ഇവിടെ റോ ഫാക്ട് എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. ഒരു കമ്പനിയിൽ നടക്കുന്ന 1000 ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് റോ ഫാക്ട് ആണ്, അത് ഡാറ്റയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻ ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഡാറ്റ റെഫേഴ്സ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസ്. അഞ്ചാമത്തത് പ്രൊസീജിയർ. Procedure means a logical activities to be followed to perform a task. Procedure refers to a logical sequence of activities to be followed to perform a task. ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് വേ ഓഫ് പെർഫോമിംഗ് എ ടാസ്ക് ഈസ് നോൺ ആസ് പ്രൊസീജിയർ. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം പ്രൊസീജിയർ എന്താണെന്ന്. ഇപ്പോൾ സപ്പോസ് ഐ വാണ്ട് ടു ഓപ്പൺ ജിനോ ഖാത്ത. എനിക്ക് ജിനോ ഖാത്ത ഓപ്പൺ ചെയ്യണമെങ്കിലുള്ള പ്രൊസീജിയർ ഇതാണ്. ക്ലിക്ക് ഓൺ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഗോ ടു ഓഫീസിലേക്ക് പോവുക. സെക്കൻഡ് സ്റ്റെപ്പ് സെലക്ട് ജിനോ ഖാത്ത. തേർഡ് സ്റ്റെപ്പ് ക്ലിക്ക് ഓൺ ജിനോ ഖാത്ത. ഞാനത് ബാക്കി ചെയ്യുന്നില്ല, ബാക്കിയൊക്കെ പിന്നീട് പഠിക്കാം. അപ്പൊ ഇവിടെ 3 സ്റ്റെപ്പ് ഇല്ലേ? ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തു, ഓഫീസിനകത്തേക്ക് പോയി, ജിനോ ഖാത്ത സെലക്ട് ചെയ്തു. ഇതാണ് പ്രൊസീജിയർ. ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ എന്താണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ റെഫേഴ്സ് ടു എ ലോജിക്കൽ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി ഫോളോഡ് ടു പെർഫോം എ ടാസ്ക്. ഈ കാണുന്ന ചിത്രം ഒന്ന് നോക്കിയ മക്കളെ, ഈ പഠിച്ച 5 എലമെന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറും മൗസും കീബോർഡും പ്രിന്ററും ഒക്കെ ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ ഈ കാണുന്ന പിക്ചറാണ്. ജിനോ ഖാത്ത 4.25 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് ഡാറ്റ. ഇവിടെ നടക്കുന്ന സാലറി, സെയിൽസ്, പർച്ചേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡാറ്റയാണ്. ഈ കാണുന്നത് ക്വാളിഫൈഡ് അക്കൗണ്ടന്റ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ട് അയാളുടെ മുമ്പിൽ ലാപ്ടോപ്പ് ഉണ്ട്, അയാൾ എന്തൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് വർക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് പീപ്പിൾ അല്ലെങ്കിൽ ഹ്യൂമൻ വെയർ അല്ലെങ്കിൽ ലൈവ് വെയർ. ഇനി അഞ്ചാമത്തെ കോമ്പണന്റ് ആണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 എക്സെട്ര. എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് നീഡഡ് ടു പെർഫോം എ ടാസ്ക് ഈസ് നോൺ ആസ് പ്രൊസീജിയർ. ഇനി പറയണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഇത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ ഓപ്ഷണൽ ആയിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ വളരെ എളുപ്പമായിരിക്കും, കാരണം അവർ ഫസ്റ്റ് ഇയറിലെ പഠിക്കുന്ന കാര്യമാണ്. ഇനി ഓപ്ഷണൽ സബ്ജക്ട് വേറെ പൊളിറ്റിക്സ് ഒക്കെ ഉള്ള കുട്ടികളൊന്നും മനസ്സിലാക്കുക. ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡാറ്റ മീൻസ് റോ അൺഓർഗനൈസ്ഡ് ഫാക്ട്. Data refers to raw unorganized fact that need to be processed. Data എന്ന് പറയുന്നത് റോ അൺഓർഗനൈസ്ഡ് ഫാക്റ്റ് ആണ്. റോ മെറ്റീരിയൽ പറഞ്ഞതുപോലെ തന്നെ അസംസ്കൃതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിന് വിധേയമാകാത്ത അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇല്ലാത്ത ഫാക്റ്റ് ആണ്, സത്യമാണ്, ഉണ്ടായ കാര്യമാണ്. ക്ലിയർ? അപ്പോൾ റോ അൺഓർഗനൈസ്ഡ് ഫാക്റ്റ് ആണ് ഡാറ്റ. ഡാറ്റ ക്യാൻ ബി സംതിങ് സിമ്പിൾ ആൻഡ് യൂസ്ലെസ് അൺടിൽ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്. നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്നത് വരെ അതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ യൂസ്ലെസ് ആണ്. യൂസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ വലിയ കാര്യമായിട്ട് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. ക്ലിയർ? വെൻ ഡാറ്റ ഈസ് പ്രോസസ്ഡ്
organized, structured, or presented in a given context so as to make it useful, it is called information. When data is processed, എപ്പോഴാണോ ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് സ്ട്രക്ചേർഡ്, അതിനെ കൃത്യമായിട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് ഓർ പ്രസന്റഡ് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക, പ്രസന്റഡ് ഇൻ എ ഗിവൺ കോണ്ടെക്സ്റ്റ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ, സോ ആസ് ടു മേക്ക് ഇറ്റ് യൂസ്ഫുൾ, എന്തിനെ, ആ ഡാറ്റയെ ഉപകാരപ്രദമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് കോൾഡ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഇൻഫർമേഷൻ. ഒന്നുമില്ല മക്കളെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ക്ലാസ്സിൽ, സ്കൂളിൽ ക്ലാസ് ടെസ്റ്റ് നടത്താറുണ്ട്, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം കണ്ടക്ട് ചെയ്ത്, ക്രിസ്മസിൻ്റെ പരീക്ഷ കണ്ടക്ട് ചെയ്തിട്ട് ക്ലാസ് ടീച്ചറുടെ കയ്യിൽ എല്ലാ ടീച്ചേഴ്സും സബ്ജക്റ്റ് മാർക്ക് കൊടുക്കും. അപ്പോൾ 6 A4 ഷീറ്റിനകത്ത് ഈ 6 സബ്ജക്റ്റിൻ്റെയും മാർക്ക് ടീച്ചറുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. ഈ സമയത്ത് അപ്പോൾ 6 A4 ഷീറ്റിനകത്തുള്ള ആ ക്ലാസ്സിലെ 60 കുട്ടികളുടെ മാർക്ക് ടീച്ചറുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഡാറ്റയാണ്. ഇനി ടീച്ചർ എന്ത് ചെയ്യുന്നു, ഈ 6 സബ്ജക്റ്റിലെ മാർക്കും 60 കുട്ടികളുടെ പ്രോഗ്രസ് കാർഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. പ്രോഗ്രസ് കാർഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഒന്നാമത്തെ കുട്ടി അശ്വിൻ ആണെങ്കിൽ അശ്വിൻ്റെ ഇംഗ്ലീഷിലെ മാർക്ക്, സെക്കൻഡ് ലാംഗ്വേജിലെ മാർക്ക്, അക്കൗണ്ടൻസി, ബിസിനസ്, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ, ഈ മാർക്ക് എൻ്റർ ചെയ്തിട്ട് ടോട്ടൽ മാർക്ക് കണ്ടുപിടിച്ചിട്ട് അവൻ്റെ ഗ്രേഡ് കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഇൻഫർമേഷനായിട്ട് മാറി. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റോ ഫാക്റ്റ് ആണ്. അത് എപ്പോഴാണോ നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോഴത് ഇൻഫർമേഷനായിട്ട് മാറുന്നു. ക്ലിയർ? അപ്പോൾ ഡാറ്റ പ്രോസസ്സ് ചെയ്താൽ ഇൻഫർമേഷൻ ആകും. ആ ചിത്രം ഒന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഡാറ്റയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കിയാൽ നമ്മൾക്ക് എന്ത് കിട്ടും, ഇൻഫർമേഷൻ കിട്ടും. ക്ലിയർ? ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, എ ഡാറ്റ ഐറ്റം ഓർ ഡാറ്റ എലമെന്റ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഡാറ്റ എലമെന്റ് അല്ലെങ്കിൽ ഡാറ്റ ഐറ്റം. Data item or data element is the smallest named unit of data in the information system. ഒരു ഡാറ്റ ഐറ്റം അല്ലെങ്കിൽ ഡാറ്റ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് നെയിംഡ് യൂണിറ്റ് ഓഫ് ഡാറ്റ ഇൻ ദ ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ സ്മോളസ്റ്റ് നെയിംഡ് യൂണിറ്റ് ഓഫ് ഡാറ്റ, അതായത് ഒരു ഡാറ്റയെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സബ്ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞു, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡാറ്റയാണ്. ആ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് നിന്ന് നമുക്ക് ചെറിയ ചെറിയ കോമ്പണന്റുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ഡാറ്റയിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ കോമ്പണന്റുകളെ വിളിക്കുന്ന പേരാണ് ഡാറ്റ എലമെന്റ്സ് എന്ന്. The smallest named unit of data is known as data elements or data item. One word ഒക്കെ ശ്രദ്ധിക്കണേ. The smallest named unit of data in information system is dash എന്ന് പറഞ്ഞിട്ട് one word ന് ചോദിച്ചേക്കാം. ആൻസർ എന്താ, ഡാറ്റ ഐറ്റം ഓർ ഡാറ്റ എലമെന്റ്. ഇനി ഈ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഏതുമാകാം. ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് തന്നെ ആകണമെന്നില്ല. ഇപ്പൊ പ്രോഗ്രസ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ക്ലിയർ? ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിലേക്ക്, അതൊക്കെ എല്ലാം ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല, നമുക്ക് അക്കൗണ്ടിങ്ങിലേക്ക് പോവാം. ഇൻ അക്കൗണ്ടിങ് എ ട്രാൻസാക്ഷൻ കൺസിസ്റ്റ് ഓഫ് 4 ഡാറ്റ എലമെന്റ്സ്. അക്കൗണ്ടിങ്ങിനകത്ത് എത്രയാണ്, ഒരു ട്രാൻസാക്ഷനകത്ത് 4 ഡാറ്റ എലമെന്റുകൾ ഉണ്ട്. ആ 4 ഡാറ്റ എലമെന്റുകളുടെ പേര് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം. നെയിം ഓഫ് അക്കൗണ്ട്, അക്കൗണ്ടിങ് കോഡ്, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, എമൗണ്ട്. അതായത് ഒരു ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു അനലൈസ് എ ട്രാൻസാക്ഷൻ കെയർഫുള്ളി, ഇഫ് യു അനലൈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ കെയർഫുള്ളി, യു ക്യാൻ ഫൈൻഡ് ഔട്ട് 4 സ്മോൾ കോമ്പണന്റ്സ്. നിങ്ങൾക്ക് 4 ചെറിയ ചെറിയ കോമ്പണന്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാ? ആദ്യത്തത് നെയിം ഓഫ് അക്കൗണ്ട് ആണ്, അക്കൗണ്ടിന്റെ പേരാണ്. രണ്ടാമത്തത് അക്കൗണ്ടിങ് കോഡാണ്. കോഡ് നിങ്ങൾ കേൾക്കാത്തൊരു സംഭവമാണ്, ഞാൻ പറയാം. അക്കൗണ്ടിങ് കോഡ് ഞാൻ പറഞ്ഞു തരാം. മൂന്നാമത്തത് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, വളരെ പ്രധാനപ്പെട്ടതാണ് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. നാലാമത്തത് എമൗണ്ട്, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. എക്സാമ്പിൾ നോക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങേ സൈഡിലുള്ള എക്സാമ്പിൾ കാണാം. 15/8/2020 പെയ്ഡ് സാലറി 4000 ഒരു ട്രാൻസാക്ഷൻ. ഡാറ്റയാണ് ഈ കാണുന്ന
15/8/2020 പെയ്ഡ് സാലറി 4000 എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. ഇതിനെ നിങ്ങളൊന്ന് പീസാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനകത്ത് 4 എലമെന്റുകൾ ഉണ്ട്. ഒന്നാമത്തത് നെയിം ഓഫ് അക്കൗണ്ട്, അതാണ് സാലറി. നെയിം ഓഫ് അക്കൗണ്ട് സാലറി, ഫസ്റ്റ് ഡാറ്റ എലമെന്റ്. നെക്സ്റ്റ് അക്കൗണ്ടിങ് കോഡ്. ഈ സാലറി അക്കൗണ്ടിന്റെ കോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് കോഡ്, ഇത് നിർബന്ധമില്ല, സാധാരണ ചെയ്യുന്നതാണ്. സാലറി അക്കൗണ്ടിന് SAL എന്ന് പറഞ്ഞിട്ടൊരു കോഡ് കൊടുത്തിട്ടുണ്ട്. അതാണ് സാലറി അക്കൗണ്ടിന്റെ കോഡ്. രണ്ടാമത്തെ കോമ്പണന്റ്, രണ്ടാമത്തെ ഡാറ്റ എലമെന്റ്. മൂന്നാമത്തത് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, 15/8/2020 ആണ് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. നാലാമത്തത് എമൗണ്ട്, 4000 ആണ് എമൗണ്ട്. അപ്പൊ നോക്കുക മക്കളെ, ഒരു ട്രാൻസാക്ഷൻ അകത്ത്, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ അകത്ത് 4 ഡാറ്റ എലമെന്റുകളാണുള്ളത്, അല്ലെങ്കിൽ അതിന് 4 കോമ്പണന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാം. നെയിം ഓഫ് അക്കൗണ്ട്, അക്കൗണ്ടിങ് കോഡ്, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് എമൗണ്ട്. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്, ഒന്നാമത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചാപ്റ്ററിന്റെ നോട്ടും ഈ സ്ലൈഡും ആവശ്യമുള്ള കുട്ടികൾക്ക്, ഇതെല്ലാം എല്ലാ വിഷയങ്ങളുടെയും നോട്ട്സും സ്ലൈഡൊക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന https://hsstimes.blogspot.com എന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? ഇന്ന് പഠിച്ച കാര്യങ്ങൾ: മീനിങ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം, ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ, ഡാറ്റ എലമെന്റ് തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പഠിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് മറ്റുള്ള കുട്ടികൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കൂടാതെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. പറയാനുള്ള കാരണം, പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.